സോ ഹലോ ഗായ്സ്, തേജാസ് ഫൺവോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കളിക്കാൻ പോകുന്ന നമ്മുടെ സ്വന്തം BGMI തന്നെയാണ്. അപ്പം BGMI എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നൊരു ഗെയിം തന്നെയാണല്ലോ, ഒരു ചെറിയ ബാറ്ററി റോയൽ ഗെയിം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്നലെ അങ്ങോട്ട് ഡൗൺലോഡ് ചെയ്തതേ ഉള്ളൂ ഗൈസൊക്കെ. അപ്പം അത്ര വലിയ പ്രോ ഗെയിം പ്ലേ ഒന്നും ആയിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും കളിച്ച് നോക്കാം. ഇതാണ് നമ്മുടെ ടീം മെമ്പേഴ്സ്. എന്തായാലും ഞാൻ ടീം മെമ്പേഴ്സിൻ്റെ കൂടെ ഞാൻ എന്തായാലും ഇറങ്ങാൻ പോകുന്നത്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എന്ത് രീതിക്കായിരിക്കും ഇറങ്ങാൻ പോകുന്ന കേസൊക്കെ. അപ്പം നമുക്കിവിടെ നോക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ വലിയ വലിയ മാപ്പൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു മാപ്പൊക്കെ കാണുന്നത്. ഓക്കെ, ഞാൻ ഈ PUBG പ്ലേയേഴ്സൊക്കെ പോച്ചിനി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പോച്ചിനി എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടോ എന്ന് നോക്കട്ടെ. ഉണ്ട് കേസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ ഇറങ്ങാം കേസൊക്കെ. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്, പോച്ചിനി എന്നുള്ള സ്ഥലം. ഓക്കെ, നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി നോക്കാം കേസൊക്കെ. അപ്പം കളിയുടെ ഫസ്റ്റ് തന്നെ ആയതുകൊണ്ട് മിക്കവാറും ബോട്ടായിരിക്കും. ഓക്കെ, ബോട്ട് പ്ലേയേഴ്സ് ആയിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് ഇച്ചിരി ആശ്വാസമുള്ളത് കേസൊക്കെ. അപ്പം നമുക്ക് നെക്സ്റ്റ് തന്നെ പോച്ചിനിയിലോട്ട് ഇറങ്ങാം. ഓക്കെ, പോച്ചിനി അങ്ങാണ് കേസൊക്കെ. ഓക്കെ പോച്ചിനിലെത്തി ഇനി നേരെ താഴോട്ട്. ഇതാണ് കേസൊക്കെ പോച്ചിനി കൊള്ളാം, നല്ല പേരാണ് കേസ് പോച്ചിനി. എന്തുകൊണ്ടാണോ ഇതിന് പോച്ചിനി എന്ന് പേരിട്ടത് എനിക്ക് അറിഞ്ഞൂടെ കേസൊക്കെ. ഓക്കെ, നമുക്കെന്തായാലും ഇറങ്ങാം. പക്ഷേ ഈ ഒരു BGMI മൊബൈലിന് എനിക്കൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റത്തില്ല. അത് ഡിസഡ്വാൻറ്റേജ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എന്നുള്ളൂ, ഇത് കുറേ നേരം എടുക്കും കേസൊക്കെ. നമ്മൾ പ്ലെയിനിൽ നിന്ന് ഇവിടെ ഇറങ്ങി വീഴാനും കാര്യങ്ങളൊക്കെ ഭയങ്കര ലെങ്തിയാണ് മാച്ച്, മനസ്സിലായോ. ഇപ്പം ഫ്രീ ഫയർ ആണെങ്കിലും കാൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ ആണെന്നുണ്ടെങ്കിലും അത്രത്തോളം ലെങ്തി ആയിരിക്കത്തില്ല അത്രയും. ഓക്കെ, മാച്ചും അത്ര ലെങ്തി ആയിരിക്കത്തില്ല. മാത്രമല്ല പെട്ടെന്ന് നമുക്ക് ഇറങ്ങാനും പറ്റും, മനസ്സിലായോ. അപ്പം അത് ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. ഓക്കെ, അത് ചിലവർ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കത്തില്ല. ഞാൻ മാത്രമാണ് ഈ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എടുത്ത കേസൊക്കെ. അപ്പോൾ നമ്മളെന്തായാലും ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഹെൽമെറ്റ് എടുത്തു. ഓക്കെ, നമുക്കെന്തായാലും എന്ത് ചെയ്യാം, നാഷണൽ ലൂട്ട് ചെയ്യാം കേസൊക്കെ. നല്ലോണം ലൂട്ട് ചെയ്യാം കേസ്. എന്തായാലും നല്ല രീതിയിലുള്ള ലൂട്ട് ഞാൻ കളക്ട് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളെ അറിയിക്കാം കേസൊക്കെ. അപ്പോൾ കേസ് നമ്മളെന്തായാലും അത്യാവശ്യത്തിന് നല്ല രീതിയിലുള്ള ലൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല വൃത്തിയായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട് കേസൊക്കെ. അപ്പം വഴി വെച്ച് കണ്ട രണ്ടാമമാരെ ഞാൻ അടിച്ചിട്ടുണ്ട് കേസൊക്കെ. മൂന്നാമത്തെ വന്നാണ്ട് മൂന്നാമത്തെ നമുക്ക് അടിച്ചിടാം കേസൊക്കെ. അപ്പോൾ ഞാൻ വീഡിയോ എത്രത്തോളം ലെങ്തി ആക്കണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും 8 മിനിറ്റ് മാത്രമേ എടുത്തുള്ളൂ. അതുകൊണ്ട് 8 മിനിറ്റ് അകത്ത് അത്രയും മാത്രമേ ഞാൻ എല്ലാ വീഡിയോസും എടുത്തുള്ളൂ. കാരണം എല്ലാവർക്കും അത്രത്തോളം കാണാനുള്ള സമയമൊന്നും ഉണ്ടാവത്തില്ല കേസൊക്കെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത്. അപ്പം പോച്ചിനിൽ നിന്ന് ഞാൻ അത്യാവശ്യം ലൂടെ കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു തോംസൺ കിട്ടി, അതുപോലെ ഒരു M16 കിട്ടി. M16 ആണോ എനിക്ക് ആ തോക്കിൻ്റെ കറക്റ്റ് പേര് എനിക്ക് അറിഞ്ഞൂടെ കേസൊക്കെ. വല്ല തെറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ക്ഷമിക്കണം. അപ്പം ഇവിടെ ബാൻഡേജ് ഉണ്ട് കേസൊക്കെ. ബാൻഡേജ് എന്തായാലും എടുത്തിട്ടുണ്ട്. പക്ഷേ ബാൻഡേജ് അടിക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് പറയുന്നത് എനിക്ക് 75% മുകളിൽ ഹെൽത്ത് ഉണ്ടെന്ന്. ഓക്കെ, 75% താഴെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാൻഡേജ് അടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ കേസൊക്കെ. നമ്മുടെ പിസ്റ്റളൊക്കെ ഉണ്ടല്ലോ, റിവോൾവർ ഉണ്ടല്ലോ, പേടിക്കേണ്ട കേസൊക്കെ. ഓക്കെ ഈ തോക്കാണ് M16 എന്ന് പറയുന്ന നേരത്ത് അങ്ങ് ഡ്രെന്ന് പറഞ്ഞ് പോകത്തില്ല. പെട്ടെന്ന് ഇങ്ങനെ അടിച്ചടിച്ച് പോകാൻ പറ്റത്തില്ല. 2-3 വെടി ആദ്യം, പിന്നെ കുറച്ച് നേരം സ്റ്റക്ക് ആയിരുന്നിട്ട് പിന്നെ 2-3 വെടി, അങ്ങനെ നിർത്തി ഈ M16 എന്ന് പറഞ്ഞാൽ ഈ തോക്ക് അടിക്കുന്നത്, പക്ഷേ വെടി വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും പോവുകയാണ് കേസൊക്കെ. ഇവിടെ ഹേ ഒക്കെ കാണുന്നുണ്ട്. ഹേ എന്തോ നമുക്കറിയാമല്ലോ. ഓക്കെ, ഇത് കൊള്ളാലോ കേസ്. ഇങ്ങനെ പുല്ലിൽ കിടന്ന് നമുക്ക് അടിക്കാൻ പറ്റും കേസൊക്കെ. നല്ല രസമായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാൻ പറ്റുമോ കേസൊക്കെ. വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് വീഡിയോ വേണമെങ്കിലും എൻ്റെ കൂടെ പറയാവുന്നതാണ് കേസൊക്കെ. ഏതൊരു ഗെയിമിൻ്റെയും ഗെയിം പ്ലേ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം. കാരണം കേസ് ഇപ്പം അത്യാവശ്യം നല്ല സ്പെക്കുള്ള മൊബൈൽ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഏതൊരു ഗെയിം നിങ്ങൾ പറഞ്ഞാലും, ഫ്രീ ഫയർ ആവട്ടെ, BGMI ആവട്ടെ, BGMI ഇപ്പോൾ കളിച്ചിടുന്നുണ്ട്. ചിലപ്പോൾ കാൾ ഓഫ് ഡ്യൂട്ടി ആവട്ടെ. കാൾ ഓഫ് ഡ്യൂട്ടി ഞാൻ സ്ഥിരമായിട്ട് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിം തന്നെയാണ്. ഇപ്പോൾ 140 ലെവലായി. അപ്പം ആർക്കെങ്കിലും ഇവിടെ കളിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറയാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ വേറെ എന്താണ് കേസൊക്കെ. ഓക്കെ, നമുക്കിവിടെ ആയിട്ടൊരു ചെറിയ കുതിരനെ കാണുന്നുള്ളൂ. ഈ വണ്ടിക്കകത്ത് കയറാൻ പറ്റുമോ? ഓക്കെ, ഡ്രൈവ്. വണ്ടിക്കകത്തല്ല, നമ്മൾ കുതിരക്കകത്താണ് കയറിയ കേസ്. ആ വണ്ടിക്കകത്ത് കയറാൻ പറ്റത്തില്ല. ഓക്കെ, കുതിരയ്ക്ക് എന്ത് പ്രത്യേകത എനിക്ക് അറിഞ്ഞൂടാ. കൊള്ളാമല്ലോ, കുതിരയ്ക്ക് നല്ല സ്പീഡ് ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ കേസൊക്കെ. ഓക്കെ, നമുക്ക് പതിയെ പോവാം കേസൊക്കെ. നമുക്ക് ചാടാനൊക്കെ പറ്റും കേസൊക്കെ. നല്ല കാര്യം തന്നെയാണ്. ഗായ്സ്, അപ്പം
ഞാനിപ്പോൾ എന്തായാലും കുറച്ച് കളിച്ചിട്ടുണ്ട് കേസൊക്കെ, കുറച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കിക്കൊണ്ടിരിക്കുകയാണ് കേസൊക്കെ. എന്തായാലും 82 പേര് പിന്നെ റിമൈനിങ് ആയിട്ടുണ്ട് കേസൊക്കെ. അപ്പം എന്തായാലും ഈ മാച്ച് തീരാൻ കുറേ നേരം എടുക്കും. അപ്പോൾ അതുവരെ ഞാൻ നിങ്ങളെ അങ്ങോട്ട് ബോറടിപ്പിക്കുന്നില്ല, ഞാൻ കട്ട് ചെയ്ത് പോകത്തേ ഉള്ളൂ കേസൊക്കെ. അപ്പം നമുക്ക് വല്ല എനിമീസിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിച്ചിടാവുന്നേ ഉള്ളൂ കേസൊക്കെ. ഒരു എനിമീസിനെ ഇവിടെ കാണുന്നില്ല, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നതല്ലാതെ വേറെ ഒരു എനിമീസിനെ ഞാൻ കാണുന്നില്ല കേസൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേസൊക്കെ. അപ്പം ഓക്കെ, അപ്പം നിങ്ങൾക്കിനി ഇതുള്ള വീഡിയോസ് വേണം അല്ലെന്നുണ്ടെങ്കിൽ എന്നെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊരു സ്മൈലി കമൻറ്റ് ചെയ്ത് ഇടുക കേസൊക്കെ. ഓക്കെ, ഞാൻ കമൻറ്റ് ബോക്സ് എന്തായാലും ഓണാക്കിയാണ് ഇട്ടേക്കുന്നത്. ആരും തെറിയൊന്നും വിളിക്കരുത് കേസൊക്കെ, അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ ടീംമേറ്റ്സിനെ റീകോൾ ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ 2 ടീംമേറ്റ്സ് അങ്ങാണ്ട് എന്തോ അവർക്ക് ഹെൽത്ത് കുറവാണ്. അപ്പം നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റത്തില്ല കേസൊക്കെ. ഞാൻ ഇതൊക്കെ പഠിച്ചത് സായിപ്പോപ്പിയുടെ ഒക്കെ വീഡിയോ കണ്ടാണ് കേസൊക്കെ ഞാൻ ഇത് പഠിച്ചത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ഗെയിമിൻ്റെ എൻഡ് ഗെയിം ഓക്കെ ഓരോരുത്തർ ഈ പന്നത്തോക്കിൻ്റെ പ്രത്യേകത. പന്നത്തോക്ക് എന്ത് കേസ് കണ്ട പതിയെ വെടി പോകുന്നത് ഈ പന്ന തോക്കുള്ളതിൽ കേസ്. അവൻ്റെ ഉള്ള വല്ല തോക്ക് കൊടുക്കുക കേസ്, ഈ തോക്കയെ മാറ്റാൻ പോകണം. ഓക്കെ അതിനകത്ത് AK-47 ഉണ്ട്, AK-47 ഓക്കെ. അപ്പോൾ കേസ് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ചുമ്മാ ഇനി എനിമീസിനൊന്നും കാണാൻ വഴിയില്ല. എനിമീസിനെല്ലാം കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്ത് ഒരു പ്രാവശ്യം ഇടാം, അത് നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ എന്തായാലും എനിമീസിനൊന്നും കാണുന്നില്ല, അതുവരെ നിങ്ങൾ ബോറടിച്ചിരിക്കണം കേസ്. ഓക്കെ, അപ്പം എനിമീസിനെല്ലാം കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എൻഡ് ഗെയിം ആവുന്ന സമയത്ത് നിങ്ങളെ ഞാൻ അറിയിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡ് ഗെയിം എന്ന് പറയുന്നത് എന്താ അറിയാമല്ലോ, അവസാനം 4, 5, 16, 48 പേരെ കാണാം റിമെയിൻ ആവുന്ന സമയത്ത് ഗൈസ്. ഓക്കെ, അപ്പം നമ്മളെന്തായാലും എൻഡ് ഗെയിമിലോട്ട് എത്തിയിട്ടുണ്ട് കേസ്. ഓക്കെ, വഴി വെച്ച് 5-6 പേരെയൊക്കെ കണ്ടു, പക്ഷേ ഞാൻ അവരാരെയും അടിച്ചിടാനൊന്നും നിന്നില്ല കേസ്. ഓക്കെ, എന്തായാലും നമ്മൾ നേരെ എൻഡ് ഗെയിമിലോട്ടും കൊണ്ടുപോയി കേസ്. ഓക്കെ, നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി കേസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കളിച്ച് പോകാം കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും ജയിക്കണം കേസ്, ജയിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം എനിമീനെ കാണുന്നിടം വരെ ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, കണ്ടടി ഞാൻ നിങ്ങളെ കാണിക്കും കേസ്. ഓക്കെ ഗൈസ്, താണ്ടി ഇവിടെ ആയിട്ടൊരു ചെറിയ എനിമി ഉണ്ട് കേസ്. ഓക്കെ, അവനെ അടിച്ചിട്ടുണ്ട് കേസ്. ഓക്കെ, നമ്മൾ ബോട്ടുകളാണ് എല്ലാം എണ്ണം. എനിക്ക് ഇടയ്ക്ക് വെച്ച് കുറച്ച് പ്ലെയേഴ്സിനെ കിട്ടിയായിരുന്നു, അവർ പക്ഷേ കിടന്നും താന്നൊക്കെ അടിക്കാൻ നോക്കി കേസ്. ഓക്കെ, പക്ഷേ എന്നിട്ട് നടന്നില്ല കേസ്. ഓക്കെ, ഞാൻ ഇച്ചിരി പ്രോ ആയതുകൊണ്ട് അവനെയൊക്കെ അടിച്ചിട്ട് കേസ്. ഓക്കെ, ചുമ്മാണ് കേസ്, ചുമ്മാണ്, ഞാൻ പ്രോ ഒന്നുമല്ല. അപ്പം അടുത്ത എനിമിനെ കാണുന്നതിന് വരെ നിങ്ങൾക്ക് ബൈ. അപ്പോൾ കേസ്, അപ്പം നമ്മളെന്തായാലും ലാസ്റ്റ് എനിമിയിലേക്ക് എത്തിയിട്ടുണ്ട് കേസ്. ഓക്കെ, അപ്പോൾ അവനൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരുമില്ല. അവനോട് അടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് വിന്നർ ചിക്കൻ ഡിന്നർ നമുക്ക് അടിക്കാൻ പറ്റും കേസ്. ഓക്കെ, അപ്പം വീഡിയോ കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ ഡിന്നർ അടിച്ചു കേസ്. ഓക്കെ, സോ ടാറ്റ.